ഹലോ വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് ഞാൻ നമ്മുടെ കോഴിക്കോടൻ രീതിയിലുള്ള ഇറച്ചിപ്പത്തിരി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, മാത്രമല്ല നല്ല രുചികരമായിട്ടുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഡോ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ നമുക്ക് ഒരു 10-15 ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും 1 ടീസ്പൂണോളം ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഓയിലും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കോട്ടെ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മാവിന് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മളൊരു പൂരിയൊക്കെ തയ്യാറാക്കി എടുക്കുന്നില്ല, അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് നല്ലപോലെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ 1.5 കപ്പിലോട്ട് കറക്റ്റ് 1/4 കപ്പ് വെള്ളം എനിക്ക് കറക്റ്റ് അളവായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടിയാലും കുറഞ്ഞു പോയാലും ഇത് മാവ് റെഡിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചേർത്തിട്ട് മാത്രം കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, എന്നാലേ അത് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടീസ്പൂണ് ഓയിൽ കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കൈവച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് കവർ ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് അടച്ച് വെച്ചോ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു സിപ്പ് ലോക്ക് കവറിലിട്ട് വെക്കുകയാണെങ്കിൽ 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഇത് അടച്ച് വെക്കുക കേട്ടോ, എന്നാൽ ഇതൊന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് വരും മാവ്. അതവിടെ മാറ്റി വെച്ചിട്ട് ഇതിലോട്ടുള്ള പണ്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു 2 മീഡിയം സൈസിലുള്ള ഉള്ളിയോ അല്ലെങ്കിൽ ഒരു ലാർജ് സൈസിലുള്ള ഉള്ളിയോ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറി വന്നാൽ നല്ലൊരു സ്മെല്ല് വരുന്ന ഒരു സമയത്തുണ്ടല്ലോ, നമുക്കിതിലോട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/3 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചെടുത്തതും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ബീഫാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബീഫോ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കനും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ബീഫ് എങ്ങനെയാണ് ചേർത്ത് കൊടുത്തതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് അങ്ങനെ തന്നെ, അതായത് കുക്ക് ചെയ്തിട്ടുള്ള ബീഫ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഫ്രൈ ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ബീഫിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വലിയ ജീരകം, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലോർ എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഓയിലിൽ. അതിനുശേഷം ഇത് ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ മസാലയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ബീഫ് അങ്ങനെ തന്നെ ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം, സാധാരണ ചെയ്യുന്നത് പോലെ. സാധാരണ നമ്മൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതൊരു സ്പൈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഞാൻ ആ ഒരു ബീഫ് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാലയിലോട്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീഫോ ചിക്കനോ ഇഷ്ടമുള്ള മീറ്റ് നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ട് തന്നെയാണ്. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു മസാലയൊക്കെ അതിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനായിട്ടും ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉരുളകളാക്കി നമ്മൾ പൂരിയൊക്കെ പരത്തിയെടുക്കുന്നില്ല അതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് മുഴുവനായിട്ടും ചെയ്തെടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഭാഗമാക്കാം, അല്ലെങ്കിൽ 2 ഭാഗമാക്കിയിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നീളത്തിലൊന്ന് പരത്തിയെടുക്കുവാണ്. അപ്പോൾ ഞാനത് നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പരത്തിയെടുത്തുകൊണ്ടാണ് ഇതുപോലെ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ഉരുളകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓരോ ഉരുളകൾ ഇങ്ങനെ എടുത്ത് പരത്തിയെടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഈസിയാണ്, പെട്ടെന്ന് ചെയ്ത് കഴിയുകയും ചെയ്യും. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷനൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. ബാക്കി നമുക്ക് വീണ്ടും ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പത്തിരിയിലോട്ട് ഇതുപോലെ നമുക്ക് പണ്ടം വെച്ചെടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം പണ്ടം വെച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഇതുപോലെ ഒരു പത്തിരിയിൽ ഇങ്ങനെ പണ്ടം വെച്ചതിന് ശേഷം ഇതുപോലെ അടുത്ത പത്തിരി മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. പ്രസ് ചെയ്തിട്ട് ഇത് പ്രസ്സായിട്ട് ഒട്ടി വരുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും നല്ലപോലെ ഒട്ടി നിന്നോളും. നമുക്കിതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹാഫ് പോർഷൻ കേട്ടോ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെച്ചതാണ് കേട്ടോ. അത്ര നമുക്ക് മതി ഒരു ദിവസത്തേക്ക്, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് പിരിയിടുകയാണ് വേണ്ടത്. ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് കൈ വെച്ചിട്ട് മെല്ലെ പിരിയിട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് കട്ടിയിൽ പിരിയിട്ട് കൊടുക്കരുത്, ഇതുപോലെ ചെയ്തെടുക്കുക. ഞാൻ വലിയ സംഭവമൊന്നുമല്ല കേട്ടോ ഈ പിരിയിടുന്ന കാര്യത്തിൽ. എൻ്റെ ഉമ്മമാരൊക്കെ ചെയ്തെടുക്കാറുണ്ട്. എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ പിരിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പിരിയിട്ട് കൊടുക്കുക. കുറച്ച് സാവകാശത്തിൽ ചെയ്തെടുത്താൽ പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തിരക്ക് പിടിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഓയിൽ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് അധികം എണ്ണ ഒന്നും കുടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്നില്ല, അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ കളറിലായി വരുന്ന സമയത്ത് തന്നെ കോരി മാറ്റി കൊടുക്കണം. ഒരുപാടൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കരുത്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ബാക്കിയുള്ള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോഴിക്കോടൻ ഭാഗത്തോട്ടൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക മാത്രമല്ല കേട്ടോ ചെയ്യുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ ചിലർ ഇതുപോലെ ഈ ഒരു സ്റ്റെപ്പ് തന്നെ നിർത്തും കേട്ടോ.
കോഴിക്കോട് ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇതിൽ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണെങ്കിലും ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം അത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണേ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1 ടീസ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ എഗ് മിക്സ്ചറിൽ നമ്മുടെ ഇറച്ചിപ്പത്തിരി ഇതുപോലെ ഒന്ന് മുക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ചെടുക്കാം നമ്മുടെ പാനിലോട്ട്. അപ്പം ഞാനൊരു 4 ഇറച്ചിപ്പത്തിരി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി അങ്ങനെ തന്നെ കേട്ടോ. മോനിക്ക് എഗ്ഗ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റായിട്ട് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല, അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന്, ഈ ഒരു ഇറച്ചിപ്പത്തിരിക്ക്. ഇതുപോലെയാണ് നമ്മളൊക്കെ ചെയ്തെടുക്കാറ്. അപ്പം ഈ ഒരു 2 രീതിക്കും കഴിക്കുന്നവരുണ്ട്. എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.